സംസ്ഥാനത്ത് തുലാവർഷം ആരംഭിച്ചുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാലവർഷം പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴ കനക്കും. മധ്യ തെക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പുമുണ്ട്. സ്വാതന്ത്ര്യ സാജു വിവരങ്ങളുമായി. സ്വാതന്ത്ര്യ, ഇപ്പോൾ കാലവർഷം തുടങ്ങുകയാണോ, തുലാവർഷം തുടങ്ങുകയാണോ, എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, രാജ്യത്തു നിന്നും കാലവർഷം പൂർണ്ണമായും പിൻവാങ്ങി തുലാവർഷം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ കേരളത്തിലൊക്കെ ആണെങ്കിലും വൈകുന്നേരം ഇടിയോടുകൂടിയ മഴ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പല ആളുകൾക്കും തുലാവർഷം എത്തിയോ എന്നുള്ള ഒരു സംശയമൊക്കെ പല ആളുകളും പ്രകടിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഔദ്യോഗികമായി ഇപ്പോഴാണ് തുലാവർഷം എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ കാലവർഷത്തെയും തുലാവർഷത്തെയും നോക്കുമ്പോൾ കാലവർഷത്തിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു മഴക്കാലമാണ് തുലാവർഷം. പ്രത്യേകിച്ച് ഇടിയോടുകൂടി വൈകുന്നേരങ്ങളിലുള്ള ഒരു മഴയായിരിക്കും തുലാവർഷ കാലത്ത് ഉണ്ടാകുക. അത് മാത്രവുമല്ല, ഈ ചുഴലിക്കാറ്റിന്റെ ഒരു പ്രധാന കാലം കൂടിയാണ് ഈ തുലാവർഷമായി നമ്മൾ പറയുന്നത്. സാധാരണ അറബിക്കടലിൽ നിന്നാണ് കാലവർഷ മഴ എത്തുന്നതെങ്കിൽ ഈ ബംഗാൾ ഉൾക്കടൽ വഴി തമിഴ്നാട് കടന്ന് എത്തുന്ന ഒരു മഴയാണ് ഈ തുലാവർഷ കാലത്ത് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലൊക്കെ തന്നെയും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ തെക്കൻ മേഖലകളിലൊക്കെ തന്നെയും ഈ മഴ കൂടുതലായി ലഭിക്കുന്ന ഒരു മഴക്കാലം കൂടിയാണ് തുലാവർഷം. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെയൊക്കെ വലിയ ഒരു മഴക്കാലമായി തന്നെയാണ് നമ്മുടെ ഈ തുലാവർഷത്തെ കണക്കാക്കി വരുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ എന്തായാലും മഴ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ചയോടുകൂടി തന്നെ അത് ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നതാണ്. തുലാവർഷം എത്തുകയാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്.